നമസ്കാരം. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ സാധാരണക്കാർക്കെതിരായ ഏറ്റവും വലിയ ആക്രമണമായ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ കനത്ത തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട്. എങ്കിലും പാക് പ്രതിരോധ മന്ത്രിയടക്കം ആണവായുധം പോലും തങ്ങൾ പ്രയോഗിക്കുമെന്നും സൈനിക നടപടികൾ ആരംഭിക്കുമെന്നും നിരന്തരം പ്രസ്താവനകൾ ഇറക്കി പ്രകോപനം സൃഷ്ടിക്കുകയാണ്. ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് കടുത്ത ആയുധക്ഷാമമാണ് എന്നതാണ് യാഥാർത്ഥ്യം. നിലവിലെ സ്ഥിതിയിൽ 4 ദിവസത്തിൽ കൂടുതൽ പിടിച്ചു നിൽക്കുവാൻ പാകിസ്ഥാന് കഴിയില്ല. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈന് സ്വന്തം ശേഖരത്തിലെ ആയുധങ്ങൾ നൽകിയത് മൂലമാണ് പാകിസ്ഥാന്റെ പക്കൽ ആയുധങ്ങൾ ഇത്രയധികം കുറയാൻ കാരണമെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയാണ് പാക് സൈന്യത്തിന് ആവശ്യമായ പടക്കോപ്പുകൾ വിതരണം ചെയ്യുന്നത്. നിലവിൽ യുക്രൈനുമായി നടത്തിയതുൾപ്പെടെയുള്ള ആയുധ കരാർ മൂലം ആവശ്യത്തിന് പടക്കോപ്പുകൾ സൈന്യത്തിന് ലഭ്യമാക്കുവാനുള്ള ശേഷി POFന് ഇല്ല. മാത്രമല്ല, ആയുധോൽപാദനത്തിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്താത്തത് മൂലം ഉൽപാദനത്തിൽ പെട്ടെന്ന് വർധനവ് വരുത്താനും സാധിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യയുമായി നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം നേരിടാനുള്ള ആയുധശേഷിയോ സാമ്പത്തിക ശേഷിയോ പാക് സൈന്യത്തിന് ഇല്ല. ഇതിനിടെ ആഭ്യന്തര പ്രശ്നങ്ങളും പാകിസ്ഥാനെ അലട്ടുകയാണ്. ജനങ്ങളുടെ സ്വസ്ഥ ജീവിതത്തെ ഹനിക്കുന്ന നടപടികൾ കൈക്കൊള്ളുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തെ വിമർശിക്കുന്ന മതപുരോഹിതന്മാരുടെ നിരവധി വീഡിയോകൾ ഇന്റർനെറ്റിൽ ഇന്ന് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സമൂഹ മാധ്യമമായ എക്സിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ ഒന്ന് ഇസ്ലാമാബാദിലെ ലാൽ മസ്ജിദിലെ ഒരു പുരോഹിതൻ്റെതാണ്. ഇന്ത്യയുമായുള്ള യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുമോ എന്ന് പുരോഹിതൻ ജനങ്ങളോട് ചോദിക്കുന്നു. രസകരമെന്ന് പറയട്ടെ, ആരും കൈ ഉയർത്തുന്നില്ല. ഇത് രാജ്യത്ത് പാകിസ്ഥാൻ സൈന്യത്തിന് ലഭിക്കുന്ന മോശം പിന്തുണയെ എടുത്തു കാണിക്കുന്നതാണ്. ഖൈബർ പഖ്തൂൺഖ്വയിലെ ഒരു പുരോഹിതന്റെ മറ്റൊരു വീഡിയോയും ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾ പഷ്തൂണുകളെ വളരെയധികം ദ്രോഹിച്ചു. ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞങ്ങൾ നിങ്ങൾക്കായി സിന്ദാബാദ് വിളിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പറയൂ, ഞാൻ ശരിയോ തെറ്റോ? നിങ്ങൾ ഞങ്ങളുടെ ഭൂമിയെ അടിച്ചമർത്തി. പഷ്തൂണുകളെ നിങ്ങൾ അടിച്ചമർത്തി. ഖൈബർ പഖ്തൂൺഖ്വയിലെ മൗലാന ഒരു വീഡിയോയിൽ പറയുന്നത് കേൾക്കാം. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട ആളുകൾ ഏകകണ്ഠമായി അഭിപ്രായത്തോട് യോജിക്കുന്നതും വീഡിയോയിൽ കാണാം. ദിവസങ്ങൾക്ക് മുൻപ് ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ പോലീസും തമ്മിൽ നടന്ന ഒരു വലിയ ഏറ്റുമുട്ടലിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ നയതന്ത്ര പ്രത്യാഘാതങ്ങൾക്കിടയിൽ രാജ്യത്തെ ആഭ്യന്തര സുരക്ഷാ സംഘർഷങ്ങൾ തുറന്നു കാട്ടുന്നതായിരുന്നു ആ വീഡിയോ. വൈറലായ വീഡിയോ ദൃശ്യങ്ങളിൽ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ ലക്കി മർവാട്ടിലെ പഷ്തൂൺ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു പാകിസ്ഥാൻ സൈനിക വാഹനവ്യൂഹത്തെ പോലീസ് സ്റ്റേഷനിൽ പ്രവേശിക്കുന്നത് തടയുന്നത് കാണാം. നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ ജനറൽ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ നിങ്ങളെ ഇവിടേക്ക് പ്രവേശിക്കുവാൻ അനുവദിക്കില്ലെന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പശ്ചാത്തലത്തിൽ പറയുന്നത് കേൾക്കാം. ഇത് ലക്കി മർവാട്ട് പോലീസാണ്, ഞങ്ങൾ ആരെയും ഭയപ്പെടുന്നില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർക്കുന്നു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമ്മർദ്ദം നേരിടുന്ന സമയത്താണ് ഈ വീഡിയോകൾ പുറത്തു വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.